കിഴക്കേക്കര ശ്രീ മഹാദേവ ക്ഷേത്രം എങ്ങനെ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രമായി? ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായതും സിദ്ധിപ്രദായകനും വിഘ്നവിനാശകനുമായ ശ്രീ മഹാഗണപതിയുടെ സാന്നിധ്യത്താൽ പ്രശസ്തമായ ക്ഷേത്രത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാമെങ്കിലും ഈ ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ പേര് കിഴക്കേക്കര ശ്രീ മഹാദേവർ ക്ഷേത്രമെന്നാണെന്ന് അറിയുന്നവർ വളരെ ചുരുക്കം മാത്രം. ശ്രീ മഹാദേവർ ക്ഷേത്രം എങ്ങനെ ഗണപതി ക്ഷേത്രമായി എന്നറിയണ്ടേ? വരൂ എനിക്കൊപ്പം, നമുക്ക് പോകാം കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലേക്ക്. കിഴക്കേക്കര ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ 100 മീറ്റർ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പടിഞ്ഞാറേക്കര ക്ഷേത്രത്തെക്കുറിച്ച് കൂടി പറയാതെ പൂർണ്ണമാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. 2 ക്ഷേത്രങ്ങളും ശിവക്ഷേത്രങ്ങളും കിഴക്കേക്കര ക്ഷേത്രം കിഴക്കോട്ട് ദർശനമായും പടിഞ്ഞാറേക്കര ക്ഷേത്രം പടിഞ്ഞാറേക്ക് ദർശനമായും സ്ഥിതി ചെയ്യുന്നു. 2 ക്ഷേത്രങ്ങളിലും ശ്രീ പാർവതി ദേവി പ്രധാന ശ്രീകോവിലിൽ പിൻഭാഗത്തേക്കായി ദേവി കുടികൊള്ളുന്നു. നാഗദൈവങ്ങളും ധർമ്മശാസ്താവും ശ്രീമുരുകനും ചുറ്റമ്പലത്തിന് പുറത്തായി പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്ക് ദർശനമായും സ്ഥിതി ചെയ്യുന്നു. സമ്പത്ത് കൊണ്ടും പ്രശസ്തിയിലും ഒരു കാലത്ത് പടിഞ്ഞാറേക്കര ക്ഷേത്രമായിരുന്നു മുന്നിട്ട് നിന്നത്. അതിൻ്റേതായ പ്രാമാണികത്വവും തലക്കനവും കരപ്രമാണിമാരായ ഭാരവാഹികളിൽ ഉണ്ടായിരുന്നു. പടിഞ്ഞാറേക്കര ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനത്തിനെത്തിയത് പ്രശസ്ത വാസ്തുശില്പി പെരുംതച്ചനായിരുന്നു. പെരുംതച്ചൻ്റെ മഹത്വത്തെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ മലയാളികൾക്ക് കേട്ടറിവുള്ളതാണല്ലോ. കേരളത്തിൽ കാലങ്ങളായി പ്രചരിച്ചു പോരുന്ന ഐതിഹ്യങ്ങളിലൊന്നായ പറയിപെറ്റ പന്തിരുകുലത്തിലെ അംഗമാണ് പെരുന്തച്ചൻ. വിക്രമാദിത്യ മഹാരാജാവിൻ്റെ സദസ്സിലെ പണ്ഡിതനായിരുന്ന വരരുചി എന്ന ബ്രാഹ്മണ ശ്രേഷ്ഠനെ പഞ്ചമി എന്ന പറയിയായ ഭാര്യയിലുണ്ടായ 12 മക്കളിൽ 3ാമത്തെ പുത്രനാണ്. പരരുചിയാൽ ഉപേക്ഷിക്കപ്പെട്ട 3ാമത്തെ പുത്രനാണ് രാമൻ. ആ രാമനെ ഉളിയന്നൂർ തച്ചൻ എന്ന പ്രശസ്തനായ തച്ചൻ എടുത്തു വളർത്തുകയും അദ്ദേഹത്തിൻ്റെ മകനായി വളർത്തുകയും അതിങ്ങനെയാണ് പെരുംതച്ചൻ എന്ന പേരിൽ മഹാനായ വാസ്തുവിദ്യ രാമൻ മഹാനായ പെരുംതച്ചനായി മാറിയത്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പ്രമുഖ ക്ഷേത്രങ്ങളും അദ്ദേഹം നിർമ്മിച്ചതാണെന്നാണ് വിശ്വാസം. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം ഉദാഹരണമാണ്. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം നിർമ്മിച്ചതിന് ശേഷം അദ്ദേഹം പൂർത്തിയാക്കാതെ പോയ ആനക്കൊട്ടിൽ ഇപ്പോഴും പൂർത്തിയാകാതെ തന്നെ നിൽക്കുന്നു. പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രത്തിൻ്റെ നവീകരണം പെരുന്തച്ചനാണ് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ അളവുകോൽ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ആശാരിമാർ അത് നോക്കിയിട്ടാണ് അളവെടുക്കുന്നത്. ആലുവ ചന്തക്കടവിൽ നിന്നും പടിഞ്ഞാറോട്ട് നോക്കിയാൽ കാണുന്ന അടുത്ത ദ്വീപാണ് ഉളിയന്നൂർ. ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയ ഒരു തടിക്കഷ്ണത്തിൽ ഉളിയാൽ എന്തൊക്കെയോ ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ പ്ലാവിൻ തടിക്കഷ്ണം ലക്ഷണമൊത്തൊരു സുന്ദരമായൊരു ഗണേശ ശില്പമായി മാറി. അതിൻ്റെ സൃഷ്ടാവായ പെരുംതച്ചന് പോലും അതിശയമായ രീതിയിലായിരുന്നു ആ ശില്പലക്ഷണം. കൃത്യമായ അഴകളവുകളിൽ ജീവൻ തുടിക്കുന്ന ദാരുശില്പം ആയതിനാൽ തന്നെ ആ ശില്പം പടിഞ്ഞാറേക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. പക്ഷേ ക്ഷേത്രപ്രമാണിമാർ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ദാരുശില്പമായതിൻ്റെ പേരിൽ തള്ളിക്കളഞ്ഞു. അതോടെ ആ ശില്പവുമായി അദ്ദേഹം കിഴക്കേക്കര ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നു. പ്രമാണിമാരായ ക്ഷേത്ര ഭാരവാഹികളോടും ക്ഷേത്ര പൂജാരിയോടും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പറയുകയുണ്ടായി. ഈ പ്ലാവിൻ തടിയിൽ തീർത്ത ഗണേശ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിക്കാമോ എന്ന് അദ്ദേഹം ചോദിച്ചു. അവർ ബഹുമാന പുരസ്സരം അദ്ദേഹത്തോട് പറഞ്ഞു, വാസ്തുശില്പിയായ അങ്ങയ്ക്ക് അറിയാത്തതല്ലല്ലോ പ്രതിഷ്ഠിക്കേണ്ട സ്ഥാനം കണ്ടെത്തി അങ്ങ് അതവിടെ വെച്ചുകൊള്ളുക. പ്രതിഷ്ഠാകർമ്മം
പിന്നാലെ നടത്തിക്കൊള്ളാം എന്നറിയിക്കുകയും സാധാരണ എല്ലാ ക്ഷേത്രങ്ങളിലും ദേവൻ്റെ വലതുഭാഗത്തായി ദേവൻ്റെ ദർശന ഭാഗത്തേക്ക് ദർശനമായി ആയിരിക്കും ഗണപതിയെ പ്രതിഷ്ഠിക്കുക. ഇവിടെയും അദ്ദേഹം കിഴക്കോട്ട് ദർശനമായ ദേവൻ്റെ വലതുഭാഗത്ത് കിഴക്കോട്ട് ദർശനമായല്ല ഈ ഗണപതിയെ വെച്ചത്. അദ്ദേഹം ആ വിഗ്രഹം വെച്ചത് തെക്കോട്ട് ദർശനമായാണ്. അങ്ങനെ തെക്കോട്ട് ദർശനമായി സ്ഥാപിച്ച ശേഷം അദ്ദേഹം പൂജാരിയോട് ആരാഞ്ഞു, എൻ്റെ ഗണേശനെ ആദ്യമായി നേദ്യം നൽകുവാൻ എന്താണുള്ളത്? ഉണ്ണിയപ്പമാണുള്ളതെന്നും മേൽശാന്തി പറഞ്ഞു. ഉണ്ണിയപ്പം നേദിക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെ ഭഗവാനെ ആദ്യമായി ഗണേശ ഭഗവാനെ ഉണ്ണിയപ്പം നിവേദിക്കുകയും ചെയ്തു. അന്നു മുതൽ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായി ഉണ്ണിയപ്പ നിവേദ്യം നടന്നു വരുന്നു. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പം മാധുര്യം കൊണ്ടും പ്രശസ്തമാണല്ലോ. തുടർന്ന് പെരുന്തച്ഛൻ അരുളി ചെയ്തു, ഭാവിയിൽ മകൻ അച്ഛനേക്കാൾ പ്രശസ്തനാകുമെന്നും ശേഷം ഈ ക്ഷേത്രം മകൻ്റെ പേരിൽ അറിയപ്പെടുമെന്നും അദ്ദേഹം അരുളി ചെയ്തു. അദ്ദേഹം വെച്ച സ്ഥലത്ത് പ്രതിഷ്ഠിക്കാതെ തന്നെ ഭാരശില്പ ഗണേശ വിഗ്രഹം ഉറച്ചു പോവുകയും ഇന്നും യാതൊരു കേടും കൂടാതെ നിലനിൽക്കുകയും കാലാന്തരത്തിൽ ഉണ്ണി ഗണപതിയുടെ ലീലാവിലാസങ്ങളിലും അനുഗ്രഹത്താലും ഭക്ത സംരക്ഷണത്താലും ഭക്തജനപ്രിയനായി പ്രശസ്തനാവുകയും കിഴക്കേക്കര ശ്രീ മഹാദേവർ ക്ഷേത്രം കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രമായി അറിയപ്പെടുന്നു. ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഈ ക്ഷേത്രം കൊട്ടാരക്കര നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു. ബസ്സിലെത്തുന്നവർക്ക് കൊട്ടാരക്കര KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും 1.5 കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്തേക്ക് സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. ട്രെയിനിലെത്തുന്നവർക്ക് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലിറങ്ങി ബസ്സിലോ അല്ലെങ്കിൽ കൊല്ലത്തു നിന്നും പുനലൂർ ചെങ്കോട്ട വഴി പോകുന്ന ട്രെയിനിൽ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിലിറങ്ങിയാൽ 1 കിലോമീറ്റർ ദൂരം മാത്രമേ ഉണ്ടാകൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന പ്രതീക്ഷയോടെ എൻ്റെ പരിമിതമായ അറിവിൽ നിന്നും തയ്യാറാക്കിയ ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ വീഴ്ചകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സദ്യം ക്ഷമിക്കണമെന്നും എൻ്റെ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാവരും അനുഗ്രഹിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു വീഡിയോയുമായി ഉടൻ എത്തുന്നതാണ്. സ്റ്റേ ആൻഡ് ട്യൂൺ വിത്ത് ടിപ്സ് ആൻഡ് ടിപ്സ്.